പഴയ കേരളം, അതായത് ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള കേരളം, 64 ഗ്രാമങ്ങൾ മുഖ്യമായിട്ട്, അതുകൂടാതെ ഭിന്ന ഭിന്നമായിട്ടുള്ള ജനപദങ്ങൾ എല്ലാമായി കിടന്നിരുന്ന ഈ കേരള ദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവരും ഒത്തുചേരുന്ന, ധർമ്മത്തിന് വേണ്ടി എല്ലാവരും ഒത്തുചേരുന്ന, ഏതാണ്ട് മധ്യഭാഗത്തെ ദേവതാ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് തിരുനാവായം. അവിടെയാണ് ബ്രഹ്മദേവൻ്റെ യാഗത്തിന് ശേഷം ബൃഹസ്പതി, ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി ആചാര്യനായിട്ടാണ് അവിടെ മഹാമാഘ മഹോത്സവം അടുത്ത വർഷം തൊട്ട് തുടങ്ങുന്നത്. പിന്നെ അത് കേരളത്തിൻ്റെ ചക്രവർത്തിമാരായി വന്ന പെരുമാക്കന്മാരിൽ, അപ്പോൾ ആദ്യത്തെ പെരുമാളെ, കേരളത്തിന് ഒന്ന് ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ആദ്യത്തെ പെരുമാളെ തിരഞ്ഞെടുക്കുന്നത് ഈ മഹാമാഘ മഹോത്സവത്തിൽ വെച്ചിട്ടാണ്. കാരണം ഹിന്ദു ധർമാധ്യക്ഷന്മാർ കൂടിയാണ് അന്നത്തെ കാലത്തെ ചക്രവർത്തിമാരും രാജാക്കന്മാരും ഒക്കെ. അപ്പോൾ അങ്ങനെ ഓരോ ജനപദങ്ങളിലെയും പ്രധാനപ്പെട്ട ആളുകൾ ചേർന്നിട്ട് തങ്ങളുടെ ചക്രവർത്തിയെ തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം അവസാനത്തെ പെരുമാൾ കൈലാസാരോഹണം ചെയ്തപ്പോൾ, സുന്ദരമൂർത്തി നായനാരോടൊപ്പം കൈലാസാരോഹണം ചെയ്തപ്പോൾ, അതിനുശേഷം പിന്നെ പെരുമ്പടപ്പ് സ്വരൂപത്തിലേക്കും, പിന്നീട് വള്ളുവക്കോനാതിരിയിലേക്കും, പിന്നെ സാമൂതിരിപ്പാട്ടിലേക്കും ഒക്കെ ആ മഹാസംഗമം അവരെല്ലാവരും ഹിന്ദു ധർമാധ്യക്ഷന്മാർ കൂടിയാണ് എന്നുള്ള നിലയിൽ അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇത് നടന്നു പോകുന്നു. അപ്പോഴൊക്കെ കേരളത്തിലെ എല്ലാ രാജാക്കന്മാരും, ഇപ്പോൾ സാമൂതിരിപ്പാട് അവിടെ നടക്കുന്ന സമയത്ത്, അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന സമയത്താണെങ്കിൽ പോലും കേരളത്തിലെ എല്ലാ രാജാക്കന്മാരുടെയും ഒരു പങ്കാളിത്തം, എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള വേദജ്ഞരുടെ, ധാർമ്മികമായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ, സന്യാസിമാരുടെ, സാമാജികമായിട്ടുള്ള നേതൃത്വത്തിൻ്റെ ഒക്കെ ഒരു പങ്കാളിത്തവും കൂടിച്ചേരലും ഒക്കെ ഈ കേന്ദ്രത്തിൽ നടന്നിരുന്നു.